ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ബൈബിൾ വായനയിലൂടെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് അത്ഭുതങ്ങൾ എങ്ങനെ കൊണ്ടുവരാം, ദൈവിക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നടത്താം എന്നാണ് ഇന്ന് പറയാനായി പോകുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആവശ്യങ്ങളും ആശങ്കകളും സംശയങ്ങളും എല്ലാം ഒരു പേപ്പറിൽ എഴുതി വെക്കുക എന്നുള്ളതാണ്. ബൈബിൾ വായിക്കുന്നതിന് മുമ്പ് നമ്മളിതെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെക്കണം. എഴുതി വെക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ബൈബിൾ വായന തുടങ്ങാൻ. എഴുതി വെക്കുന്ന പേപ്പർ ബൈബിളിലോ മറ്റെവിടെയെങ്കിലുമോ വെക്കണം. പക്ഷെ അതിനെപ്പറ്റി പിന്നെ ആകുലപ്പെടുകയോ ആ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ഒന്നും പിന്നീട് നമ്മൾ ചോദിക്കുകയൊന്നും വേണ്ട. കാരണം നമ്മുടെ ദൈവത്തിന് ഇതെല്ലാം അറിയാം. നമ്മളുടെ കാര്യങ്ങൾ, നമ്മളുടെ ആവശ്യങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നവനാണ് ദൈവം. നിങ്ങളുടെ സാക്ഷ്യം രേഖപ്പെടുത്താനായി ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് താഴെ ആമേൻ എന്ന് കമൻറ്റ് ചെയ്യുക. ബൈബിളിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പുതിയ നിയമവും പഴയ നിയമവും. നമ്മൾ പുതിയ നിയമത്തിലെ 2 പുസ്തകങ്ങൾ വായിച്ചു കൊണ്ട് തുടങ്ങണം. ആദ്യത്തേത് യാക്കോബിൻ്റെ സുവിശേഷവും രണ്ടാമത്തേത് ലൂക്കയുടെ. ഈ 2 പുസ്തകങ്ങളും വായിച്ചതിന് ശേഷം പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതിനുശേഷം മുഴുവനായി പഴയ നിയമത്തിൽ വായിച്ച ശേഷം പുതിയ നിയമവും വായിച്ചു തീർക്കുക. ഇത് രണ്ടും വായിച്ച് ബൈബിൾ പൂർണ്ണമായി വായിച്ചു തീർക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നൊരടയാളം ലഭിക്കുമെന്ന്. ബൈബിളിലെ 2 പുസ്തകങ്ങളും വായിച്ചു തീർക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരടയാളം ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. ആമേൻ.